ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു റിവ്യൂ ആണ് നമ്മുടെ SBI ക്രെഡിറ്റ് കാർഡിൻ്റെ. അതായത് നമ്മുടെ SBIയുടെ സിംപ്ലി സേവ് റൂപേ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു റിവ്യൂ നമ്മൾ പറയാൻ പോകുന്നു. ഇത് ആക്ച്വലി ഒരു എൻട്രി ലെവൽ കാർഡാണ്. ഇതാണ് നമ്മുടെ കാർഡ് വരുന്നത്. റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്ന നമ്മുടെ SBIയുടെ ഒരു കാർഡാണ്. നിങ്ങൾക്കറിയാം, റൂപേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നമുക്കത് UPI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എൻട്രി ലെവൽ കാർഡാണ്. നമ്മുടെ സിംപിളിലേക്ക് പോലെ തന്നെ ഒരു എൻട്രി ലെവൽ കാർഡാണ്. നമുക്ക് 490 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്ന ഒരു കാർഡ് തന്നെയാണ്. ഷോപ്പിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6 മാസത്തിൻ്റെ പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു റിവ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഒരു റൂപേ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഞാൻ അധികം ക്രെഡിറ്റ് കാർഡ് UPI ഉപയോഗിക്കാറില്ല. എന്നാലും അത്യാവശ്യം നല്ല നമ്മുടെ എന്താ പറയുക, ഈ ഡേറ്റ് അനുസരിച്ച്, അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് അനുസരിച്ചാണ് ഉപയോഗിക്കാറ്. കുറേ കാർഡുകൾ കൊണ്ട് തന്നെ അപ്പോൾ അത് നോക്കിയിട്ടാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത കാർഡെന്ന് പറയാം. വലിയ ഇടിയോട്ട് സംഭവം ഒന്നും ഞാൻ പറയില്ല, വലിയ റിവാർഡായിട്ട് സംഭവം ഒന്നും പറയില്ല. പക്ഷേ ആവറേജ് ഒരു കാർഡ് തന്നെ പറയാം. ഒരു നമുക്ക് ഇതിൽ നമുക്ക് വെൽക്കം ബെനിഫിറ്റ് 2000 രൂപയുടെ റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. കാർഡ് ഇഷ്യൂ ചെയ്ത് തന്നെ 60 ദിവസം മുമ്പ് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്താൽ മതിയിട്ടാണ്. അതുപോലെ തന്നെ മൂവി ആൻഡ് ഡൈനിങ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 10x റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് ഇതിന് കിട്ടുക. നമുക്ക് 1 റിവാർഡ് പോയിന്റ് ഫോർ എവറി 150 റുപ്പീസ് സ്പെൻഡ് ആണ്. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ് കേട്ടോ. പിന്നെ റിഡംഷൻ നമുക്ക് ചാർജ് വരുന്നുണ്ട്. ഒരു റിവാർഡ് പോയിന്റ് പറയുന്നത് 0.25 ഞാൻ പറഞ്ഞത്. ട്രാവൽ ആൻഡ് ഗോൾഫ് കാറ്റഗറിയിൽ നിന്നും വലിയ പോയിന്റ്സ് സംഭവമൊന്നുമില്ല, അല്ലെങ്കിൽ ബെനിഫിറ്റോ സംഭവമൊന്നുമില്ല. 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഫീസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആനുവലി 1 lakh സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ചാർജ് ഓഫ് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി എന്താ പറയുക, നമ്മൾ ഇതുപോലെ തന്നെ നമുക്ക് ആദ്യം അപ്ലൈ ചെയ്തപ്പോൾ നമുക്കിത് നോർമൽ ഫ്രീ കാർഡൊന്നും ആയിട്ടില്ല നമുക്ക് ഓഫർ വന്നത്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൽ കാണിക്കുക നിങ്ങൾക്കത് ഫ്രീ ആണോ, അതിൽ ചാർജ് ഉണ്ടോ സംഭവങ്ങളൊക്കെ അതിൽ കാണിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രൈറ്റ്നെസ് കൂടുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണിക്കും നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത്, അതോ ചാർജബിൾ ആയിട്ടാണോ കിട്ടുന്നത്, അതോ ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത്, അങ്ങനെ നിങ്ങൾക്ക് അതിൽ കാണിക്കിട്ടാ. ഞാൻ എന്തായാലും ഒന്ന് സ്ക്രീൻ ബ്രൈറ്റ്നെസ് ഒന്ന് ഓർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെറ്റ് റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ. ഇതോടെ ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ആദ്യം എനിക്ക് കാർഡ് വന്നത് ചാർജബിൾ ആയിട്ട് കാർഡ് തന്നെയാണ് വന്നത്. പക്ഷെ പിന്നെ ഞാനത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു അവരെ കോൺടാക്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ പ്രീമിയം കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈസി ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് തന്നു. പിന്നെ ഇതിൻ്റെ റിവാർഡ് റിഡംഷൻ ഫീസ് ആണെങ്കിൽ 99 രൂപ പ്ലസ് GST ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5 ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 3.5 തന്നെയാണ്. നമുക്ക് 1% ഫ്യൂവൽ സർചാർജ് ഓഫ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് 2.5% വരുന്നുണ്ട്, അല്ലെങ്കിൽ മിനിമം 500 രൂപ കേട്ടോ. അതായത് ATM ഉപയോഗിക്കുമ്പോൾ. ATM ആഡ് ഓൺ കാർഡ് നമുക്ക് ഫ്രീ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രോസും കോൺസും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജോയിനിങ് ചാർജ് ഭയങ്കര കുറവാണ്, ലോ ജോയിനിങ് ചാർജ് ആണ്. പിന്നെ റിവാർഡ് പോയിന്റ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിലും കിട്ടുന്നുണ്ട്. കോൺസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ലോഞ്ചസ് സംഭവമൊന്നുമില്ല, അതുപോലെ തന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റും ഇല്ല, അതുപോലെ തന്നെ റിവാർഡ് ഇൻഷുറൻസ് ഫീസും വരുന്നുണ്ട്. അതാണ് മെയിൻ കോൺസ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു എൻട്രി ലെവൽ SBIയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ്, പ്രത്യേകിച്ച് റൂപേ പ്ലാറ്റ്ഫോമിൽ. എനിക്ക് ആക്ച്വലി ഇതിനെക്കാട്ടും ഇഷ്ടം സിംപിളി ക്ലിക്ക് ആണ്. അല്ലെങ്കിൽ സിംപിളി ക്ലിക്ക് കൊണ്ട് നിങ്ങൾ അവരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. SBIയുടെ പിന്നെ നമ്മുടെ ഇതുണ്ട്, എന്താണ് BPCLയുടെ കാർഡും ഉണ്ട്. അപ്പോൾ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ടോപ്പ് കാറ്റഗറിയിൽ വരുന്നത് സിംപിളി ക്ലിക്ക് ആണ്. പിന്നെ BPCLയും ഇതും ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു സെയിം റേഞ്ചിൽ വരുന്ന ഒരു കാർഡ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇത് ഏറ്റവും ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ഇത് എടുക്കാനുള്ള മെയിൻ കാരണം തന്നെ ഇത് റൂപേ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സിംപിൾ ക്ലിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് എന്ന ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കട്ടെ. അതിൽ നമ്മൾ ടെക് ന്യൂസ്, മൂവി അപ്ഡേറ്റ്സ്, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിലാണ്.